ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങൾ വന്നേക്കണം മിനിയേച്ചർ ഓഫ് ഖത്തർ കാണാനാട്ടോ. പണ്ട് കാലത്തെ ഖത്തർ ഇതുപോലെയെന്ന് അത് ഞങ്ങളെ നിങ്ങൾക്കും കാണിച്ചു തരാം, പിന്നെ ഞങ്ങൾക്കും കാണാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നേക്കണത്. ഇന്ന് ഞങ്ങളെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നത്. അത് അക്കു വന്നേ. അക്കുല്ല കാരണം എനിക്ക് നല്ല കൂട്ടായിരുന്നു. ഇതങ്ങോട്ട് പോകണം മീനാ പാർക്കാണ്. ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു. ഞാൻ അക്കാണെങ്കിൽ കൈ പിടിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് നടക്കണ്ടായിരുന്നു. ഖത്തറില്ല, എല്ലാരും എന്തായാലും ഇങ്ങോട്ട് വരാം. പിന്നെ അത് മാത്രമല്ല, പണ്ട് കാലത്ത് ഖത്തറൊക്കെ നിങ്ങൾക്ക് കാണാൻ നല്ല ഇഷ്ടല്ലേ. അപ്പൊ എല്ലാരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടാ. ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഓടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോട്ടാ. ബെല്ലൈക്കൻ അമർത്തണേ, എന്നാലാണ് എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്ക കൂടില്ലോണ്ട് വീഡിയോഗ്രാഫറൊക്കെ മാറി. ഞങ്ങൾക്ക് ശരിക്കും പാർക്കിംഗ് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കാർ അവിടെ വെച്ചിട്ട് പോകുന്നത് ഇങ്ങോട്ട്. ഞാൻ പോണ വഴിക്ക് 2 മൈനാനുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വാസം ഉണ്ടാ? 2 മൈനാനുണ്ട്, നല്ല രീതിക്ക് സന്തോഷമൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ഞങ്ങള് ഇത് കണ്ടത് ഫസ്റ്റ് ആട്ടോ. ഈ കാണുന്ന ഖത്തർ, പിന്നെ ബോട്ടുകൾ, പിന്നെ പഴയ കാലത്തില് ഖത്തറിലത്തെ ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടാ. അവിടെ നല്ല രീതിക്ക് കുറെ ഷിപ്പുകളൊക്കെ പോകണ്ട് കേട്ടാ. ഇവിടെ ഏതൊക്കെ പ്ലേസ് ആണെന്നവരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇത് വായിക്കാനൊന്നും അറിയില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട്. ഈ കാണുന്നതൊക്കെ വീടുകളാട്ടാ ഗൈസ്. പണ്ട് കാലത്തെ ഖത്തറൊക്കെ ഇതുപോലെ എന്നിട്ടാ. ഇതിൽ എത്ര വീടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടാ. അവിടെ കുറെ ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പഴയ കാലത്തത്. അങ്ങനെ ഞങ്ങള് വേറെ കാണാൻ പോവാട്ടോ. ഞങ്ങൾ ഇനി പോണത് രാജാവിന്റെ വീട്ടിക്കാട്ടോ. രാജാവിന്റെ വീട്ടിൽ നോക്കുമ്പോള് രാജാവ് എവിടെ നിന്ന് ഞാൻ അക്കുവിന്റെ അടുത്ത് ചോദിച്ചു നോക്കി. അപ്പൊ അക്കു പറയണേ അവിടെ ഒരു നല്ല രസമുള്ള കൂട്ടിട്ടിട്ട് ഒരാള് നിക്കുന്നുണ്ട്. 2-3 ആൾക്കാരായിട്ട് സംസാരിക്കണ്ടാന്നേ. രാജാവിന്റെ വീട്ടിനുള്ളില്ല കുറെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. രാജാവിന്റെ വീടിന്റെ അടുത്ത് പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. അന്ന് അടുക്കി കണ്ണത് ഫുൾ കോട്ട് ഇട്ടതാണ് രാജാവ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. പിന്നെ ഞാൻ കാശിന്റെ നോട്ടുമ്പോ നോക്കിയിട്ട് മനസ്സിലാക്കിട്ടാ. പണ്ടത്തെ വീടൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. പിന്നെ അത് മാത്രല്ലാണ്ട് രാജാവിന്റെ വീടൊക്കെ ഇരിക്കലേ. രാജാവിന്റെ വീട് നല്ല വലുതാട്ടാ. എന്താ വെച്ചാല് ഞങ്ങള് രാജാവിന്റെ വീട് കണ്ടു പോണ സമയത്താണ് നോക്കുമ്പോള് രാജാവിന്റെ വീടിനായിട്ട് ഏറ്റവും വലിയ വീടിനോടെ കണ്ട്. ഇത് പണ്ട് കാലത്തെ വേറെ ആൾക്കാരൊക്കെ വീടാട്ടോ. ഖത്തറില് ജനിച്ച ആൾക്കാരൊക്കെ ജീവിക്കണ സ്ഥലം കേട്ടോ ഗൈസ്. അവിടെ നിങ്ങൾ കാറും ഒട്ടകൊക്കെ കിടക്കണ കണ്ടാ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ആൾക്കാരൊക്കെ നടന്നു പോണൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പണ്ടത്തെ കാലത്തെ റോഡൊക്കെ നിങ്ങൾ കണ്ടാ? പണ്ട് കാലത്തെ ടാറൊക്കെ ഇട്ട റോഡൊന്നും ഇല്ലട്ടാ. ഖത്തറിലൊന്നും അധികം വീടൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോ പള്ളിയുണ്ട്. ഇതാണ് ഖത്തറിലത്തെ പള്ളികൾ കേട്ടോ. അതിനുള്ളിൽ ആൾക്കാരൊക്കെ നിസ്കരിക്കണൊക്കെ ഉണ്ട് കേട്ടാ. അവർ നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത്. ഞാൻ അങ്ങനെ നോക്കിയിട്ട് വിചാരിക്കണ്ടെന്നിട്ടാ ആരാണ് ഇതൊക്കെ ചെയ്തേന്ന്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവര്. അവിടെ നല്ല ഒട്ടകുണ്ട്, ഹോഴ്സ് ഉണ്ട്, പിന്നെ അത് മാത്രമല്ല പിന്നെ ആടുണ്ട്. നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പള്ളിയിൽ സെക്കത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറെ പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ ഖത്തറില്. എനിക്ക് കുറെ സാധനങ്ങളൊക്കെ കണ്ടാല് എനിക്കൊന്ന് ചോദിക്കാൻ തോന്നില്ല. ഇത് കണ്ടപ്പോഴേ എനിക്ക് നല്ല രീതിക്ക് ചോദിക്കാൻ തോന്നി. എന്ന് വെച്ചാൽ ഇതെന്തുട്ടാ അതെന്തുട്ടോ ഇതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഇതൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ആളുകളൊക്കെ ശരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഇത് തോന്നുമ്പോഴേ ഖത്തറിൽ നല്ല രീതിക്ക് ഒരു മാറ്റം വന്ന്. ഇത് ബീച്ച് സൈഡാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഫസ്റ്റിൽ കാണിച്ചത് പോലത്തെ കേട്ടോ. അതൊന്നും പ്ലെയിനൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. എല്ലാരും കടല് വഴിയാട്ടോ യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്നത്. ഞാനാണെങ്കിൽ ബലിക്കിൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ബലിക്ക് അതാണ് പറഞ്ഞത്. എല്ലാരും ഷിപ്പിലാട്ടോ യാത്ര ഒക്കെ ചെയ്തത്. ഇത് കടല് പോലെ ചില്ലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വലുതാണ്. ഇത് പുതിയതായിട്ട് ഓപ്പൺ ആയതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പണ്ട് കാലത്തെ ഖത്തറൊക്കെ കണ്ടപ്പോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടോ. ഇത് കാണുമ്പോഴേക്ക് നല്ല രീതിക്ക് ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോ ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ യെസ് എന്ന്. ഞങ്ങളൊന്ന് ഈവനിങ് ടൈമിലാട്ടോ പോയത്. ഇത് പപ്പയുടെ ഫ്രണ്ട്സൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വരാന്
ഉച്ചയുണ്ടാവും. ഇത് നോക്കുമ്പോൾ ഒരു കുഞ്ഞേ വീടെന്നാണ് നിങ്ങൾ വിചാരിക്കല്ല, അതൊരു പള്ളിയാണ് കേട്ടോ. ഈ വലുത് കാണതാണ് പിന്നെന്താ വീടുകളൊക്കെ. 1930s ഇതുപോലെ ദോഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും പലിക്കും പപ്പയൊന്നും അന്ന് ജനിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടാ. എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ വന്നത് ഓൾഡ് ദോഹ പോർട്ടില് ബോക്സ് പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. അവിടെ എൻട്രി ഫ്രീ ആട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും വന്നിട്ട് അവിടെ നിന്ന് കാണണം കേട്ടോ. ഞങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, എന്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാനെന്താ ഇതുപോലെ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ എനിക്ക് അറിയാത്തതൊക്കെ ഇവരെടുത്ത് ചോദിക്കും. എനിക്ക് എന്താ വെച്ചാൽ കുറെ ഒന്നും പറഞ്ഞു തരാൻ അറിയണില്ല, ഞാനൊരു കുട്ടിയല്ലേ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. എന്നാലാണ് ഇതുപോലത്തെ ഞാൻ ട്രാവൽ വീഡിയോസ് ഒക്കെ ഇടാട്ടോ. നിങ്ങളെ സപ്പോർട്ട് കിട്ടിയാലാണ് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് ഈവനിങ് ആയിപ്പോ ഞങ്ങൾ എന്താ ചെയ്ത് അവിടുന്ന് തിരിച്ചിട്ടോ. ഇവിടെ ട്രേസോ കാർഡ്സോ ഒക്കെ നല്ല രീതിക്ക് എന്താ ക്യൂട്ടാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ ചെയ്യാ, മേലെന്ന് താഴേക്ക് നോക്കുമ്പോള് എന്താ നമ്മളെ ഹെലികോപ്റ്ററിന്റെ മേലെ കയറിയിട്ട് ആൾക്കാരൊക്കെ വീട്ടിൽ എന്തിട്ടൊക്കെ ചെയ്യണേന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലത്തെ നല്ല രസമായ സ്ഥലമാണ് അവിടെ ഉള്ളത്. എല്ലാവരുടെ വീട്ടിൽ എന്തൊട്ടൊക്കെ നടക്കണേന്നൊക്കെ എനിക്ക് എന്തായാലും ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ സ്ഥലത്തേക്ക് പോയിട്ട് എന്താ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടില്ലേ, ആ സ്ഥലങ്ങളൊക്കെ കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്ത് അവിടുന്ന് പോയിട്ടോ ചോദിച്ച കാണിക്ക് അവിടെ ഉണ്ടായത് ഇത് മനസ്സിലായി അവിടെ ഇല്ല. പോണ വഴിയില്ല വ്യൂ ഒക്കെ കേട്ടോ. ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് കുറെ റീൽസ് ഒക്കെ എടുത്തോട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് അവിടുന്ന് പോയി. ലൊക്കേഷൻ നിങ്ങൾ എന്തായാലും മറക്കണ്ട, ഓൾഡ് ദോഹ പോർട്ട് ബോക്സ് പാർക്ക് ഓപ്പോസിറ്റ് മീന പാർക്ക്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സീഗിൾസിനെ കാണാൻ പറ്റുമോ, അത് ഞങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാ. ഞങ്ങൾ സീഗിൾസിന് ഫുഡായിട്ടാട്ടോ പോയിക്കണേ, അത് നിങ്ങൾ എന്തായാലും കാണാം കേട്ടോ. അതിന് കുറച്ച് ഭാഗങ്ങളാട്ടോ ഇതൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കഴിയാനായിട്ടോ. എന്നാ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.